നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് നടത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അസാധാരണ നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ കേസിലെ 9ാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. ഈ ജാമ്യം അനുവദിച്ചതിനെതിരെ ഈ പ്രതിയുടെ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇ ഡി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇതുവരെ ഈ കേസിൽ ഒരു കക്ഷിയെ അല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിനിടെ നിരവധി പേർ അറസ്റ്റിലായിട്ടുണ്ട്. 26ഓളം CPM പ്രവർത്തകരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ആക്രമണത്തിന് പിന്നിൽ CPM ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, CPMൻ്റെ ഉന്നത നേതാക്കൾ ഉൾപ്പെട്ട ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. അതിനിടയിലാണ് 9ാം പ്രതി ഹരീഷ് കുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഈ ജാമ്യത്തിന് പിന്നിൽ പ്രോസിക്യൂട്ടറും പബ്ലിക് പ്രോസിക്യൂട്ടറും CPMും തമ്മിൽ ഒത്തുകളിച്ചിട്ടുണ്ടോ, പ്രതിഭാഗവും തമ്മിൽ ഒത്തുകളിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ ED ഉള്ളത്. EDക്ക് മാത്രമല്ല സംസ്ഥാന പോലീസിനും അങ്ങനെ ഒരു വിലയിരുത്തലാണ് ഉള്ളത്. സംസ്ഥാന പോലീസിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും ഞെട്ടിച്ചുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ ബീന കുമാരി ഈ കേസിൽ ഹരീഷ് കുമാർ എന്ന 9ാം പ്രതിയെ കസ്റ്റഡിയിൽ വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് കോടതി അറിയിച്ചത്. ഇതുകൊണ്ട് തന്നെ ജാമ്യം കോടതി അനുവദിക്കുകയായിരുന്നു. അത് CPMും അതുപോലെ തന്നെ ഹരീഷ് കുമാർ എന്ന പ്രതിയുമായി ബന്ധപ്പെട്ട ആളുകളും ഈ പബ്ലിക് പ്രോസിക്യൂട്ടറും തമ്മിൽ ഒത്തുകളിച്ചു എന്ന വിലയിരുത്തലാണ് സംസ്ഥാന പോലീസും അതോടൊപ്പം തന്നെ EDയും നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ജാമ്യം റദ്ദാക്കി കിട്ടാനായി ED ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. അസാധാരണ നീക്കമെന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ജാമ്യം റദ്ദാക്കാനായി പോലീസ് ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. അതിനു മുന്നെയാണ് ED ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ എല്ലാ പ്രതികളും ഇപ്പോൾ ജയിലിലാണ്. നിരവധി പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ഈ അപേക്ഷകളെല്ലാം കോടതി തള്ളിക്കളയുകയായിരുന്നു. ആദ്യ 5 പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷയിൽ ഗുരുതരമായ നിരീക്ഷണത്തോടു കൂടിയാണ് തിരുവനന്തപുരത്തെ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇത് രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണെന്നും ഗൗരവമേറിയ കുറ്റകൃത്യമാണെന്നും ഇത്തരക്കാർക്ക് ജാമ്യം അനുവദിച്ചാൽ അക്രമത്തിന് ആഹ്വാനം നൽകുന്നതിന് തുല്യമാകുമെന്നും അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്നുമാണ് കോടതി നിരീക്ഷിച്ചത്. ഇങ്ങനെ കർശനമായ നിരീക്ഷണം വന്നതോടുകൂടിയാണ് EDയെ ആക്രമിച്ചത് എത്രമാത്രം ഗുരുതരമായ തെറ്റാണ് എന്ന് സഖാക്കൾക്കടക്കം ബോധ്യമായത്. നേതാക്കന്മാർ നൽകിയ ആഹ്വാനമനുസരിച്ച് ഈ അക്രമത്തിലേക്ക് എടുത്തുചാടിയ സഖാക്കളെല്ലാം ഇപ്പോൾ ജയിലിൽ കൂട്ട നിലവിളിയാണ്. ജാമ്യം ലഭിക്കില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കേസ് മാറ്റാനുള്ള സാഹചര്യവുമുണ്ട്. അങ്ങനെയാണ് എങ്കിൽ തീഹാർ ജയിലിലോ മറ്റോ പോയി കിടക്കേണ്ടി വരും. മാസങ്ങളോളം കേസ് നടത്താനായി അന്യ സംസ്ഥാനത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരും. ജീവിതത്തിലെ നല്ലൊരു ഭാഗം ഈ കേസുമായി ബന്ധപ്പെട്ട് പോയി കിട്ടുമെന്ന് ഇപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ അവർ ജയിലിൽ വിഷമിച്ചിരിക്കുമ്പോഴാണ് 9ാം പ്രതി ഹരീഷ് കുമാർ പുല്ലുപോലെ ജാമ്യം കിട്ടി ഇറങ്ങിപ്പോകുന്നത്. അതിന് പിന്നിൽ CPM നേതാക്കളുടെ ഗൂഢാലോചനയും അതോടൊപ്പം തന്നെ സർക്കാർ പ്രോസിക്യൂട്ടറുടെ ഒത്തുകളിയുമുണ്ട് എന്ന ഒരു വിലയിരുത്തലിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒത്തുകളി പൊളിച്ചെടുക്കാനും പ്രതികളാരും പുറത്തു പോകുന്നില്ല എന്നുറപ്പുവരുത്താനുമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ പോയിരിക്കുന്നത്. ജാമ്യം റദ്ദാക്കാനായി ഹൈക്കോടതിയിൽ പോകുമെന്ന് കേരള പോലീസ് അറിയിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ ED ഇപ്പോൾ കോടതിയിലെത്തിയിരിക്കുന്നു. സർക്കാരിന് മുന്നേ ED കോടതിയിലെത്തിയിരിക്കുന്നു എന്ന പ്രത്യേകതയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. മാത്രമല്ല, ഈ കേസിൽ നിരന്തരം സസൂക്ഷ്മമായി പോലീസിൻ്റെ അന്വേഷണത്തെ നിരീക്ഷിക്കുകയാണ് കേന്ദ്ര ഏജൻസി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം രഹസ്യാന്വേഷണ വിഭാഗവും ഈ കേസിൽ പോലീസ് എങ്ങനെ ഇടപെടുന്നു എന്ന് നിരീക്ഷിക്കുന്നുണ്ട്. അതായത് പോലീസ് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തൃപ്തിയില്ല എന്ന് ED കത്ത് നൽകിയിരുന്നു. കാരണം ED ഉദ്യോഗസ്ഥർക്കെതിരെ നടന്നത് ആസൂത്രിതമായ ആക്രമണമായിരുന്നു. മണിക്കൂറുകളോളം റെയ്ഡ് നടത്തി പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരെയാണ് ആക്രമിച്ചത്. വലിയ ജനക്കൂട്ടം പിണറായിയുടെ വീടിന് മുന്നിൽ തമ്പടിച്ചിരുന്നു. അങ്ങനെ ഒരു ജനക്കൂട്ടം ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പുറത്തേക്കിറങ്ങുമ്പോൾ വാഹനങ്ങളെ വളഞ്ഞു വയ്ക്കുകയും ഈ വാഹനങ്ങൾ തല്ലിത്തകർക്കുകയും അകത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയുമായിരുന്നു.
ED ഉദ്യോഗസ്ഥർക്കെതിരെയും കേന്ദ്രസേനാ ഉദ്യോഗസ്ഥർക്കെതിരെയും വധശ്രമമാണ് നടന്നത് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പക്ഷേ ഈ ആക്രമണത്തിന് ആഹ്വാനം നൽകിയത് ആരാണ്? ED ഉദ്യോഗസ്ഥരെ ഇങ്ങനെ ശാരീരികമായി കയ്യേറ്റം ചെയ്യണം എന്ന് അണികൾക്ക് നിർദ്ദേശം കൊടുത്തത് ആരാണ്? ഉന്നതരായ CPM നേതാക്കളെല്ലാം സ്ഥലത്തുണ്ടായിരുന്നു. മുൻമന്ത്രി V ശിവൻകുട്ടി, അതോടൊപ്പം തന്നെ രാജ്യസഭാംഗങ്ങളായ ജോൺ ബ്രിട്ടാസ്, AA റഹീം, CPMന്റെ ജില്ലാ സെക്രട്ടറി V ജോയി തുടങ്ങിയവർ സംഭവസ്ഥലത്തുണ്ടായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം, മുൻ മേയർ ആര്യ രാജേന്ദ്രൻ അടക്കം ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേതാക്കന്മാർ അണികളെ ഉപയോഗിച്ച് ഇങ്ങനെ കേന്ദ്ര ഏജൻസികൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നോ എന്നൊരു സംശയം EDക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ED ഉറച്ചു വിശ്വസിക്കുന്നു. ഗൂഢാലോചനയുടെ ഭാഗം കൂടി അന്വേഷിക്കണമെന്നും നേതാക്കൾക്കെതിരെയും നടപടി വേണമെന്നുമാണ് ആദ്യഘട്ടത്തിൽ ED ആവശ്യപ്പെട്ടത്. അതിരൂക്ഷമായ നിരീക്ഷണം ഇതെല്ലാം സർക്കാരിനെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ അന്വേഷണം കാര്യക്ഷമമാക്കാനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു ആഭ്യന്തര വകുപ്പ്. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിലും ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട തെളിവുകൾ കിട്ടിയില്ല എന്നാണ് സൂചന. ഗൂഢാലോചനയ്ക്ക് തെളിവുകളില്ല എന്നാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു തെളിവും ലഭിച്ചില്ല. ജയിലിൽ കിടക്കുന്ന പ്രതികളുടെയെല്ലാം ഫോണുകൾ പരിശോധിച്ചു. ഇവരെ പ്രത്യേകം ചോദ്യം ചെയ്തു. ഫോണുകളുടെ ഫോറൻസിക് പരിശോധന നടത്തി. ഈ പരിശോധനകളിലെല്ലാം പിണറായി വിജയൻ്റെ വസതിയിൽ നടക്കുന്ന പ്രതിഷേധത്തിന് എത്തിച്ചേരണം എന്നൊരു സന്ദേശം മാത്രമാണ് ലഭിച്ചത്. അല്ലാതെ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കണമെന്നും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും നിർദ്ദേശം ആരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളതായി ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ EDയുടെ വാദം എന്ന് പറയുന്നത് നേതാക്കളും അതുപോലെ തന്നെ അണികളും മണിക്കൂറുകളോളം ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു അത്. അതിരാവിലെയാണ് റെയ്ഡ് ആരംഭിച്ചത്. ഏതാണ്ട് 10 മണിയോടുകൂടി വീട്ടുമുറ്റത്ത് പ്രതിഷേധം ആരംഭിച്ചു. സംസ്ഥാനതല നേതാക്കളടക്കം അവിടെയുണ്ടായിരുന്നു, അണികളും അവിടെയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോണിലൂടെ അല്ലാതെ സംഭവസ്ഥലത്ത് ഗൂഢാലോചന നടന്നിരിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇത് അന്വേഷിക്കണമെന്നും ഇതിൻ്റെ തെളിവുകൾ കണ്ടെത്തണമെന്നുമാണ് ED നേരത്തെ ആവശ്യപ്പെട്ടത്. പക്ഷേ SIT ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഗൂഢാലോചനയ്ക്ക് അങ്ങനെയൊരു തെളിവ് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ED ഇപ്പോൾ ഈ കേസിൽ കക്ഷി ചേരാനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നും രാഷ്ട്രീയമായി കേസ് ഒതുക്കി തീർക്കാനായി UDFും LDFും കൈകോർക്കുമെന്നും ED ഹൈക്കോടതിയിൽ വാദിച്ചേക്കാം. അങ്ങനെയുള്ള ഒരു വാദം ഹൈക്കോടതി അനുവദിച്ചാൽ, അംഗീകരിച്ചാൽ തീർച്ചയായും EDയുടെ ആവശ്യപ്രകാരം അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികൾ എത്തും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതി, അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ മരുമകനും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോട്ടെ കുടുംബവീട് എന്നിവിടങ്ങളിലടക്കം 12 കേന്ദ്രങ്ങളിലാണ് മാസപ്പടി കേസിൽ ED അന്ന് റെയ്ഡ് നടത്തിയത്. റെയ്ഡിനെതിരെ ഒട്ടുമിക്ക എല്ലാ കേന്ദ്രങ്ങളിലും CPM പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ പ്രതിഷേധം അതിരുകടന്നത് പിണറായി വിജയൻ താമസിക്കുന്ന തിരുവനന്തപുരത്തെ വാടക വീടിന് മുന്നിലാണ്. മണിക്കൂറുകൾ കഴിഞ്ഞ് റെയ്ഡുകൾ പൂർത്തിയാക്കി പുറത്തേക്ക് പോകാനിരിക്കുമ്പോഴാണ് ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിച്ചത്. ആദ്യമൊക്കെ ഈ ആക്രമണം സ്വാഭാവികമാണ് എന്ന് വിലയിരുത്തിയ CPM പിന്നീട് ഇതിലെ അപകടം തിരിച്ചറിഞ്ഞു. കാർ ഡ്രൈവറെ നേരിൽ കണ്ട് ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമം CPM നടത്തിയിരുന്നു. പക്ഷേ ED വിടുന്ന മട്ടില്ല. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ആക്രമിക്കപ്പെട്ടവരെല്ലാം ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കേന്ദ്ര ഏജൻസിയെ അവരുടെ ദൗത്യത്തിനിടയിൽ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഈ പറയുന്ന 26 CPM പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത്. ഇവരെല്ലാം വെറും പ്രവർത്തകന്മാരാണെന്നും നേതാക്കന്മാരുടെ ആജ്ഞ അനുസരിക്കുക മാത്രമാണ് ഇവർ ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ നേതാക്കൾക്കെതിരെ അന്വേഷണം വേണമെന്നുമായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇതുവരെ SIT ഈ കേസിൽ നേതാക്കന്മാർക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സാഹചര്യത്തിലാണ് ED ഹൈക്കോടതിയിലേക്ക് പോകുന്നത്, അതും സർക്കാരിനെ മറികടന്നുകൊണ്ട്. ജാമ്യം ലഭിച്ച് പുറത്തുപോയ കുറ്റവാളിയുടെ ജാമ്യം റദ്ദാക്കാനായി സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ ED ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു. കേസിൽ ഒരു കാരണവശാലും ഒരു ഉഴപ്പലുണ്ടാകാൻ പാടില്ലെന്നും കേസിൽ ഒരു കാരണവശാലും അയഞ്ഞുകൊടുക്കാൻ താല്പര്യമില്ലെന്നും ED ഇപ്പോൾ ഉറപ്പിച്ചു തന്നെ പറയുകയാണ്. അതുകൊണ്ടാണ് ED കേസിന് പിന്നാലെ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നത്. EDയുടെ ലക്ഷ്യം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തന്നെയാണ്. CBIയോ NIAയോ ഈ കേസിൽ അന്വേഷണത്തിനെത്തിയാൽ ജയിലിൽ കിടക്കുന്ന സഖാക്കൾ കുടുങ്ങും.
അവരെ ഇവിടെ നിന്നും ഈ കേസ് എവിടെയാണോ രജിസ്റ്റർ ചെയ്യുന്നത് ആ സംസ്ഥാനത്തെ ജയിലുകളിലേക്ക് മാറ്റാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ CPM പ്രവർത്തകരും അണികളുമെല്ലാം ഇക്കാര്യത്തിൽ ഏറെ ആശങ്കയിലാണ്.